ഹലോ ഗായ്സ്. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് യുവിഐറ്റിസിലെ ജനറൽ ക്ലാസിഫിക്കേഷനാണ് നോക്കാൻ പോകുന്നത്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്, യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ എന്താ ആദ്യം യുവിഐറ്റിസ് നോക്കാം നമുക്ക്. യുവിഐറ്റിസ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലമേഷൻ ഓഫ് യുവിയൽ ടിഷ്യൂസ് ഇൻ ഐസ്. ഈ കണ്ണിലുള്ള യുവിയൽ ടിഷ്യൂസിന് വരുന്ന ഇൻഫ്ലമേഷൻ. അപ്പം എന്താണ് യുവിയ എന്നുള്ളതെന്ന് പറഞ്ഞാൽ കോറോയിഡും സീലിയറി ബോഡി, ഐറിസ്, ഈ 3 ഭാഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു ഇതിൻ്റെ പേരാണ്, ടിഷ്യൂസിൻ്റെ പേരാണ് യുവിയ. ഈ കോറോയിഡ്, സീലിയറി ബോഡി, ഐറിസ് ഇൻക്ലൂഡ് ചെയ്യുന്ന പോർഷനാണ് യുവിയ എന്ന് പറയുന്നത്. ഇനി അതിന് വരുന്ന ഇൻഫ്ലമേഷനെയാണ് നമ്മൾ യുവിഐറ്റിസ് എന്ന് വിളിക്കുന്നത്. എൻ്റെ മെയിൻ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ 4 ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷനാണ് ഉള്ളത്. അനാറ്റമിക്കൽ ബേസിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, ക്ലിനിക്കൽ ബേസിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, പാത്തോളജിക്കൽ ബേസിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, ഈറ്റിയോളജിക്കൽ ബേസ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. എന്താണ് അനാറ്റമിക്കൽ ബേസ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് യുവിയൽ നോമെൻക്ലച്ചർ പ്രകാരമാണ് നമ്മൾ അതിനെ സൺ എന്ന് വിളിക്കുന്നവൾ. ആ സൺ ബേസ്ഡ് ക്ലാസിഫിക്കേഷനാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്ന് ആൻറ്റീരിയർ യുവിഐറ്റിസ്, പോസ്റ്റീരിയർ യുവിഐറ്റിസ്, ഇൻ്റർമീഡിയറ്റ് യുവിഐറ്റിസ് ആൻഡ് പാൻ യുവിഐറ്റിസ് എന്ന് പറഞ്ഞ 4 ടൈപ്പാണ് ഈ അനാറ്റമിക്കൽ ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. സോ എന്താണ് ഈ ആൻറ്റീരിയർ യുവിഐറ്റിസ്? ആൻറ്റീരിയർ യുവിഐറ്റിസ് എന്ന് പറഞ്ഞാൽ ആൻറ്റീരിയർ യുവിയൽ പോർഷന് ഇൻഫ്ലമേഷൻ വരുന്നു. ആൻറ്റീരിയർ യുവിയൽ പോർഷന് ഇൻഫ്ലമേഷൻ വരുന്നു. അപ്പോൾ ആരാണ് ഈ ആൻറ്റീരിയർ യുവിയൽ പോർഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐറിസ്, പാർസ് പ്ലൈക്കേറ്റ, പാർട്ട് ഓഫ് സീലിയറി ബോഡി. സീലിയറി ബോഡിക്ക് പാർസ് പ്ലൈക്കേറ്റ ഉണ്ട്, പാർസ് പ്ലാനെ എന്ന് പറഞ്ഞൊരു പോർഷനുണ്ട്. അപ്പോൾ ഇതിൽ പാർസ് പ്ലൈക്കേറ്റയും ഐറിസും ആണ് ആൻറ്റീരിയർലി വരുന്നത്. അവർക്ക് വരുന്ന ഇൻഫ്ലമേഷനാണ് എന്ത്? ആൻറ്റീരിയർ യുവിഐറ്റിസ്. അപ്പോൾ അത് 3ആയിട്ട് ഡിവൈഡ് ചെയ്യും നമ്മൾ. ഐറൈറ്റിസ്, ഐറിഡോസൈക്ലൈറ്റിസ് ആൻഡ് ആൻറ്റീരിയർ സൈക്ലൈറ്റിസ്. എന്താണ് ഈ ഐറൈറ്റിസ്? ഐറൈറ്റിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐറിസിന് മാത്രം ഇൻഫ്ലമേഷൻ വരുന്നു. ഐറ്റിസ് മീൻസ് ഇൻഫ്ലമേഷൻ. അപ്പം ഐറിസിന് വരുന്ന ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ അത് ഐറൈറ്റിസ്. ഇനി ഐറിഡോസൈക്ലൈറ്റിസ്, സൈക്ലൈറ്റിസ് എന്ന് ഉദ്ദേശിക്കുന്നത്, സൈക്ലൈനെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സീലിയറി ബോഡിയാണ്. സീലിയറി ബോഡിയിൽ പാർസ് പ്ലൈക്കേറ്റ പോർഷനല്ലേ ഇവിടെ ഇൻവോൾവ് ചെയ്യുന്നത്. അപ്പം സീലിയറി ബോഡിയിലെ പാർസ് പ്ലൈക്കേറ്റയും ഐറിസും കൂടി ഇൻവോൾവ് ചെയ്യുന്ന കാരണമാണ് ഐറിഡോസൈക്ലൈറ്റിസ് എന്ന് വരുന്നത്. ആൻറ്റീരിയർ സൈക്ലൈറ്റിസ് എന്ന് പറയുമ്പോൾ പാർസ് പ്ലൈക്കേറ്റ പോർഷൻ ഓഫ് സീലിയറി ബോഡിയാണ് ഇവിടെ അഫക്റ്റ് ആവുന്നത്. ഇനി എന്താണ് പോസ്റ്റീരിയർ യുവിഐറ്റിസ് എന്ന് പറഞ്ഞാൽ പോസ്റ്റീരിയർ പോർഷൻ, യുവിയയുടെ പോസ്റ്റീരിയർ പോർഷനിലാണ് ഇൻവോൾവ് ചെയ്യുന്നത്. പോസ്റ്റീരിയറിൽ ആരാ യുവിയ വരുന്നത്? കോറോയിഡാണ്. കോറോയിഡിൽ നമ്മൾ ചിലപ്പോൾ റെറ്റിനയെ ഇൻവോൾവ് ചെയ്യാതിരിക്കുക. അപ്പോൾ കോറോയിഡൈറ്റിസ്, കോറിയോ റെറ്റിനൈറ്റിസ്, റെറ്റിനോ കോറിയോയിഡൈറ്റിസ് ആൻഡ് ന്യൂറോ റെറ്റിനൈറ്റിസ് എന്ന് പറഞ്ഞ് 4 എണ്ണമാണ് ഉള്ളത്. അതിൽ കോറിയോയിഡൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഇൻവോൾവ് ചെയ്യുന്ന കോറിയോയിഡൽ ടിഷ്യൂസ് ആയിരിക്കും. അതിൽ ഫോക്കൽ, മൾട്ടി ഫോക്കൽ, ഡിഫ്യൂസ് എന്നുള്ള രീതിയിൽ അത് കാണാം. കോറിയോ റെറ്റിനൈറ്റിസ് എന്ന് പറഞ്ഞാൽ കോറോയിഡ് ഇൻഫ്ലമേഷൻ അത് കഴിയുമ്പം അതേ ടൈമിൽ തൊട്ടടുത്തുള്ള റെറ്റിനൽ പോർഷനും ഇൻവോൾവ് ആകും. അതിനെയാണ് കോറിയോ റെറ്റിനൈറ്റിസ് എന്ന് വിളിക്കുന്നത്. റെറ്റിനോ കോറോയിഡൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പ്രൈമറി ഇൻഫ്ലമേഷൻ ആർക്കായിരിക്കും? റെറ്റിനയല്ലേ ഇവിടെ ആദ്യം, റെറ്റിനോ കോറോയിഡൈറ്റിസ്. അപ്പോൾ റെറ്റിനയുടെ പേര് ആദ്യം ഇൻഫ്ലമേഷൻ വരുന്നത് റെറ്റിനയ്ക്കായിരിക്കും. അത് കഴിഞ്ഞിട്ടായിരിക്കും സെക്കൻഡറി ആയിട്ട് നമ്മുടെ കോറോയിഡ് ഇൻഫ്ലമേഷൻ വരുന്നത്. ന്യൂറോ റെറ്റിനൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒപ്റ്റിക് നെർവിൻ്റെ ഹെഡിനും ഇൻഫ്ലമേഷൻ വരും, റെറ്റിനയ്ക്കും ഇൻഫ്ലമേഷൻ വരും. അടുത്ത പോർഷൻ ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള യുവിഐറ്റിസ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാർസ് പ്ലാന, സീലിയറി ബോഡിയുടെ വേറെ ഒരു പോർഷനാണ് പാർസ് പ്ലാന. അതും റെറ്റിനയുടെ പെരിഫറൽ പോർഷനും അതിന് താഴെയുള്ള കോറോയിഡ്സും ആണ് എന്ത് ചെയ്യുന്നത്? ഇൻവോൾവ് ചെയ്യുന്നത്. അതിനെയാണ് പാർസ് പ്ലാനൈറ്റിസ് എന്നും വിളിക്കും. അതാണ് ഇൻ്റർമീഡിയറ്റ് യുവിഐറ്റിസ്. ഇനി പാൻ യുവിഐറ്റിസ്. പാൻ എന്ന് പറഞ്ഞാൽ ഹോൾ, മൊത്തം ഇൻവോൾവ് ആകുന്നുണ്ട്. ഹോൾ യുവിയൽ ട്രാക്ട് ഇൻവോൾവ് ചെയ്യുന്നതിനെയാണ്
പാൻ യുവിഐറ്റിസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഇന്ന്